ഡൽഹിയിൽ വലിയ തോതിൽ ക്ഷേത്രങ്ങളിലേക്ക് ഭക്തജന പ്രവാഹമാണ്. രാജ്യ തലസ്ഥാനവും തീർച്ചയായും അയോധ്യ പോലെ തന്നെ ആഘോഷത്തിന്റെ ഒരു മൂഡിലാണ്. കനത്ത സുരക്ഷാ വലയത്തിൽ കൂടിയാണ് ഡൽഹിയിലെ വിവരങ്ങൾ. ഡൽഹിയിൽ ആഘോഷങ്ങൾ വലിയ രീതിയിൽ നടക്കുന്ന ക്ഷേത്രമാണ് കൊണോട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രം. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ വിശേഷ ദിനത്തോടനുബന്ധിച്ച് ഭക്തരുടെ ഒരു പ്രവാഹം ക്ഷേത്രത്തിലേക്കുണ്ട്. സാധാരണഗതിയിൽ തന്നെ ഡൽഹിയിൽ നിവാസികൾ ഏകദേശം എല്ലാവരും തന്നെ വരുന്ന ഒരു ക്ഷേത്രം. പക്ഷേ ഇന്നത്തെ ഈ വിശേഷ ദിവസത്തോടനുബന്ധിച്ച് തിരക്കിലൊരു വർധനവുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. അതുപോലെ തന്നെ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത് വലിയ സുരക്ഷയിൽ തന്നെയാണ് ക്ഷേത്രമുള്ളത്. ബാരിക്കേഡുകൾ സ്ഥാപിച്ച് മെറ്റൽ ഡിറ്റക്ടറുകൾ സ്ഥാപിച്ച് പരിശോധനയിൽ തന്നെയാണ് ആളുകളെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി അനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിലും പ്രത്യേക പൂജകളുണ്ട്, വലിയ രീതിയിലുള്ള പൂജകളുണ്ട്, വലിയ ഭക്തജന പ്രവാഹം തന്നെയുണ്ട്. ഇപ്പോഴും ക്ഷേത്രത്തിലെ പടവുകൾ കയറി അകത്തേക്ക് ഹനുമാനെ കാണാനായി, ഹനുമാന്റെ ദർശനം നേടാനായി കയറി പോകുന്ന ഭക്തരെ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഈ പടവുകൾ കയറി ചെന്നാൽ നേരെ ആ ക്ഷേത്രമാണ്. അവിടെയും അകം എല്ലാം തന്നെ പൂക്കളെല്ലാം കെട്ടിത്തൂക്കി അലങ്കരിച്ചിരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങിയാലും അലങ്കാരം വലിയ രീതിയിലുണ്ട്. തീർച്ചയായിട്ടും കനത്ത ഒരു സുരക്ഷയിൽ തന്നെയാണ് ഈ ക്ഷേത്ര പരിസരം എന്നുള്ളത്. നഗരം ഒട്ടാകെ ഇത്തരത്തിൽ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷ തന്നെയുണ്ട്. ഒപ്പം അലങ്കാരം, ശ്രീരാമന്റെ കൊടികൾ കാവി നിറത്തിലുള്ള ശ്രീരാമ ജയം എന്ന് എഴുതിയിട്ടുള്ള ജയ് ശ്രീറാം എന്ന് എഴുതിയിട്ടുള്ള കാവി നിറത്തിലുള്ള കൊടികൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു ക്ഷേത്ര പരിസരം മുഴുവൻ. അതുപോലെ തന്നെ ക്ഷേത്ര ഈ പൂജാ സാമഗ്രികൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള തിരക്കും അതുണ്ട്. നിരവധി മധുരങ്ങൾ വിൽക്കുന്ന കട, ക്ഷേത്ര സാമഗ്രികൾ വിൽപ്പന നടത്തുന്ന കട എല്ലാം തന്നെ ഇന്ന് രാവിലെ മുതൽ സജീവമാണ്. രാവിലെ 4 മണി മുതൽ തന്നെ ഇവിടേക്ക് ഭക്തജനത്തിൻ്റെ ഒരു പ്രവാഹം തന്നെ ഉണ്ട്. നിരവധി ആളുകൾ ഈ ക്ഷേത്രത്തിൽ ഹനുമാനെ ദർശിക്കാനായി എത്തുന്നുണ്ട്. भैया कैसे चल रहे हैं तैयारियाँ? बस इस चीज़ का इतने सालों से वेट था, इतने समय से वेट था, और हम बहुत खुशनसीब पीढ़ी हैं कि हमें श्री राम को एक छोटे से टेंट से इतने बड़े महल जैसे मंदिर में विराजमान होते देखने का मौका मिल रहा है. बस हमें तो काफ़ी समय से वेट था. बस कुछ समय की बात और है, कुछ घंटों की बात और है, फिर हमें वो मतलब जो क्षण है वो हमको देखने का मौका मिलेगा. ഇത് अच्छा ആളുകൾ വലിയ രീതിയിൽ തന്നെ ആഘോഷത്തിലാണ്. തലസ്ഥാനത്തായാൽ പോലും വലിയ രീതിയിലുള്ള ഒരു ആവേശത്തിലാണ്, ആഘോഷത്തിലാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പ് തന്നെയായിരുന്നു ഇന്നത്തെ ഈ ഒരു പ്രാണപ്രതിഷ്ഠ ദിനം എന്ന് പറയുന്നത്. അത് വന്നെത്തിയ ഒരു സന്തോഷത്തിൽ തന്നെയാണ് വിശ്വാസികൾ എല്ലാവരും എന്ന് പറയാനായിട്ട് സാധിക്കും. ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ, വലിയ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ചെറിയ ക്ഷേത്രങ്ങളിലും എല്ലാം തന്നെ ഈ പ്രാണപ്രതിഷ്ഠ തത്സമയം സംപ്രേഷണം ഉണ്ടാവും. വലിയ സ്ക്രീനുകൾ ഒരുക്കിയിട്ടുണ്ട്. 10 മണിയോടുകൂടി തന്നെ ഈ പ്രത്യേകിച്ചും അധികാരികൾ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് നേതൃത്വം വഹിക്കുന്ന ആളുകൾ ക്ഷേത്രത്തിലേക്ക്, അയോധ്യയിലേക്ക് എത്തുമ്പോൾ മുതൽ തത്സമയ സംപ്രേഷണം പൂർണ്ണമായിട്ടും വലിയ സ്ക്രീനുകളിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് വരെയും വിവിധ രീതിയിലുള്ള വിപുലമായിട്ടുള്ള ആഘോഷങ്ങൾ ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജിഷ്ണു ബാലകൃഷ്ണനോടൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.